ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലുണ്ടായ പേമാരിയേക്കാൾ ശക്തമായിരുന്നു കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളിൽ നിന്നും നേതൃത്വത്തിനെതിരെ ഉണ്ടായ ശകാരവർഷം. No more explanation. Don't ever come in front of me with such lame excuses. You understand? 13 ജില്ലകളിൽ കൂടെ ജില്ലാ സമ്മേളനം നടക്കാനുണ്ട്. എന്നാലും പാർട്ടി നേതൃത്വം ഇപ്പോഴേ കിടുകിട വിറയ്ക്കുകയാണ്. വെട്ടിനിരത്തലുകൾ പിന്നീടുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനും ആകില്ല. പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിച്ചുള്ള CPM-നും നേതൃത്വത്തിനും സഖാക്കൾക്കും എന്ത് പറയും, ആർക്കെതിരെ പറയുമെന്ന് പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. കശുവണ്ടിയുടെ നാടായ കൊല്ലത്ത് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. 2 ആഴ്ച മുന്നേ ഉണ്ടായ കരുനാഗപ്പള്ളി പ്രശ്നവും തുടർന്നുണ്ടായ വെട്ടിനിരത്തലുകളും പ്രതിനിധികളുടെ വാളിന് മൂർച്ചയേറിയെന്ന് സംശയമില്ലാതെ തന്നെ പറയാം. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ജില്ലാ നേതൃത്വത്തിന് പുറമെ എല്ലാ സംസ്ഥാന കേന്ദ്ര നേതാക്കൾക്കും കണക്കിന് കിട്ടി പണി. ഉദ്ഘാടനം ചെയ്യാനെത്തിയ MA ബേബി, കേന്ദ്രത്തിൽ മുഴുവൻ സമയവും ചെലവഴിക്കുന്ന A വിജയരാഘവൻ, മാധ്യമങ്ങളെ ഒട്ടുമിക്ക സുപ്രഭാതത്തിലും ശകാരിച്ച് ശ്രീഭൂതനാഥനെ ദിനംപ്രതി സ്തുതിച്ചു മുന്നോട്ടു പോകുന്ന AK ബാലൻ, മൈക്ക് ഓപ്പറേറ്റേഴ്സിനെതിരെ തട്ടിക്കയറിയ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിയെ വരെ പ്രതിനിധികൾ ചോദ്യം ചെയ്തു. ഏതാണ്ട് ഒരു എന്തരപ്പി സ്റ്റൈൽ. DYFIയുടെ ജില്ലാ പ്രതിനിധി നേതൃത്വത്തിനെതിരെ വാക്ശരമെറിഞ്ഞതും നേതൃത്വത്തിനെ പരുങ്ങലാക്കി. ഇതിനിടെയാണ് വാഴക്കുല വീരനായിക സമൂഹ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞത്. വൈലോപ്പള്ളി എഴുതിയ കാവ്യഗ്രന്ഥം ചങ്ങമ്പുഴയ്ക്ക് കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങിയ ചിന്താ ജെറോം ചേച്ചിയെ ചൊടിപ്പിച്ചത് ഒരു ട്രോൾ പോസ്റ്ററാണ്. ചെയ്യുമെന്ന് പറഞ്ഞ മക്കളെ അങ്ങേര് അടിച്ച് ഫിറ്റ എണീറ്റ് നിന്ന് ഇങ്ങനെ ആടും. അതിനെ സരസമായി കാണുന്നതിനപ്പുറം ചേച്ചി നിറതുള്ളലിലായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ശരിയാണ്, ഗ്രീൻ പ്രോട്ടോകോൾ ഉയർത്തിപ്പിടിച്ചാണ് കൊല്ലം സമ്മേളനം കടന്നുപോയത്. പക്ഷെ പുറത്തു വന്ന ചിത്രങ്ങൾ പലരിലും ചർച്ചയുണ്ടാക്കി. കരിങ്ങാലി വെള്ളം നൽകിയ കുപ്പി ഒരു ബിയർ കുപ്പിയോട് സാമ്യം തോന്നിപ്പിച്ചു. അത് വൈറലായപ്പോ ചേച്ചിക്ക് അരിശം മൂത്തു. പോരെ പുകില്. ഒരു നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ് ചേച്ചി ഇപ്പൊ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകും. കലിയുഗ വരദനെ നമ്മൾ എന്തെല്ലാം കാണണം. ഭഗവാനെ വിളിച്ചപ്പോഴാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനതയെ പറ്റി ഓർമ്മ വന്നത്. പക്ഷെ കുറ്റം പറയരുതല്ലോ, ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും നിരാശകളും ഉണ്ടെങ്കിലും CPM പ്രതിനിധാനം ചെയ്തു വരുന്ന അന്തിചർച്ചക്കാരും അവരുയർത്തിവിടുന്ന മൂഢപ്രസ്താവനകളും മാത്രം മതിയല്ലോ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച് സായുജ്യമടയാൻ. മാളോരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അന്തിചർച്ച കണ്ടാൽ മതി. നിങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് ഈ ചിരിപ്പൂരം. പത്രത്തിന് അഭിമുഖം നൽകാം എന്ന് തീരുമാനമെടുത്തത്. ആ അഭിമുഖം വന്ന വഴി എന്താ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തീരുമാനമെടുത്തത്. ആ അഭിമുഖം വന്ന വഴി എന്താ? അത് ഉത്തരം പറ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളുമല്ലേ. അതെങ്ങനെയാണ് വീഴ്ച സംബന്ധിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ വിശദീകരണ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ. നീ അറിഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ ഒരല്പ നേരത്തേക്ക് അവയെല്ലാം മറക്കുവാൻ കാണുക ഈ തികഞ്ഞ കോമഡി ഷോ. ഈ ഉപദേശത്തിന് നിങ്ങൾ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 7 മണിക്ക് മറക്കാതെ ബ്ലിങ്ക് കാണുക. നമുക്ക് കുറച്ചു നേരം സൊറ പറഞ്ഞ് സന്തോഷിക്കാം. ഈ പോയ വാരം കണ്ട ഏറ്റവും മികച്ച അന്തിചർച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട് തിരിച്ചടി ഒട്ടും കൂസാതെ പിണറായി സംഘത്തിനും അഭിഭാഷകരും എന്തിന് കോൺഗ്രസിലേക്ക് കാലുമാറാൻ പോകുന്നുവെന്ന് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ വരെ പറയുന്ന രാജു എബ്രഹാം വരെ നല്ലതുപോലെ വേർക്കുന്നത് കണ്ടില്ലേ നമ്മൾ? ചുമ്മാ തള്ളോട് തള്ളു. പക്ഷെ ഒരല്പം മൂപ്പ് കുറവായിരുന്നു. ടീകോം കൊണ്ട് അഴിമതിയുടെ അവസാനമായി എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. പുതുതായി ഉയർന്നു വന്നത് മണിയാർ ജലവൈദ്യുത പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള കുംഭകോണായിരുന്നു. മണിയാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മണിയാശാനെ മറക്കാൻ സാധിക്കില്ല. ഇടുക്കിയിലെ ഏരിയ സമ്മേളനങ്ങൾ പൊടിപൂരം മുന്നേറുമ്പോൾ നമ്മുടെ 1, 2, 3, 4 വീണ്ടും നിറതോക്കുമായാണ് പാർട്ടി സഖാക്കളെ കോരിത്തരിപ്പിക്കുന്നത്.
വെൽഡൻ മിസ്റ്റർ MM മണി, ലക്ഷം ലക്ഷം പിന്നാലെ. മണിയാശാനെ പോലെയല്ല ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാത്ത നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ആള് പക്ഷെ പച്ചപ്പാവമാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ മോദിജി താണ് വീണ് അപേക്ഷിച്ചെങ്കിലും തന്റെ ബാങ്ക് ബാലൻസ് ഒരു തെരഞ്ഞെടുപ്പിലും അഭിമുഖീകരിക്കാൻ പ്രാപ്തിയുള്ളതല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വയം മാറിയുന്ന ധീരയായ വനിത. ഇതൊന്നും കേട്ട് നിങ്ങൾ അവരെ ഝാൻസി റാണിയായി ഉപമിക്കല്ലേ, രജപുത്രന്മാർക്ക് കോപം വരും. എത്രയൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ധനമന്ത്രി പാർലമെന്റിൽ ഒപ്പിച്ചെടുത്ത ജാലവിദ്യ സാക്ഷാൽ മാൻഡ്രാക്കിനെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇത് കണക്കുകൾ കൊണ്ടുള്ള അമ്മാന മടലുകളായിരുന്നില്ല. പക്ഷെ അവർ തമിഴ്നാട്ടിനെതിരെ ആരോപിച്ച വജ്രായുധം ഒരു ബൂമറാങ് പോലെ സ്വന്തം തലയിൽ തന്നെ വന്ന് അങ്ങ് കുത്തി. തമിഴ്നാട്ടിലെ പഠിക്കുമ്പോൾ ഹിന്ദി പഠിക്കാൻ അവസരമില്ലായിരുന്നു എന്ന പരാമർശം ജനം ചിരിച്ച് മണ്ണ് കപ്പിയാണ് സ്വീകരിച്ചത്. ഇന്ന് തമിഴർ ഇവരെ പറ്റി അടക്കം പറയുന്നത് ഇവ സൊന്നത് പൊയ് എന്നാണ്. ഒരു മുൻകൂർ ജാമ്യം എടുത്തോളൂ. ഇത് ബ്ലിങ്ങിന്റെ അഭിപ്രായമല്ല കേട്ടോ. അപ്പൊ അടുത്ത വാരം പാക്കും വരയ്ക്കും. ലാൽ സലാം സഖാക്കളെ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.